ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മുത്തപ്പൽ ഉണ്ടാക്കാം. ഇതൊരു മിഡിൽ ഈസ്റ്റേൺ ടിപ്പാണ്. അതായത് ചപ്പാത്തി, കുബൂസ് ഇവയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ളൊരു ടിപ്പ്. ഇതിന് നമ്മുടെ വലിയ വഴുതനങ്ങ ഉണ്ടല്ലോ, അതായത് സീഡ്സ് വളരെ കുറവായിരിക്കും. അങ്ങനത്തെ വഴുതനങ്ങ എടുത്ത് ഒന്നുകിൽ കുറേ ഓട്ട കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അടുപ്പിൻ്റെ മേലെ വയ്ക്കുക. കുറച്ച് എണ്ണ തടവിയിട്ട് അടുപ്പിൻ്റെ മേലെ വയ്ക്കുക, അല്ലെങ്കിൽ ഓവനിൽ വെക്കാം. ഞാനിത് മൈക്രോവേവ് ഓവനിലാട്ടോ വെക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ നോർമൽ ബേക്ക് ചെയ്യുന്ന ഓവനില്ല. 3 വെളുത്തുള്ളിയുടെ അല്ലി ഹാഫായിട്ട് മുറിച്ചിട്ട് അതും ഈ വഴുതനങ്ങയും കുറേ വരയിട്ട് കൊടുത്തിട്ട് ഒലിവ് ഓയിലും ചേർത്ത് ഞാൻ എന്ത് ചെയ്തു, ബേക്ക് ചെയ്യാൻ വെച്ചു. ആ സമയത്ത് നമുക്ക് തഹീനി സോസ് ഉണ്ടാക്കാം. 1/2 കപ്പ് ഫ്രൈ ചെയ്ത എള്ളെടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഒലിവ് ഓയിൽ, അതായത് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി അരച്ച് നല്ല പേസ്റ്റ് ആക്കുക. ശരിക്കും മുത്തപ്പലിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പിലോ ചുട്ടെടുത്ത വഴുതനങ്ങ തന്നെ വേണം. വെന്തു എന്നതിൻ്റെ സൈനാണ് നമുക്ക് തൊലിയിൽ നിന്ന് അടർന്നു പോരും ഇതിൻ്റെ ഫ്ലഷ്. അപ്പോൾ ആ തൊലിയെല്ലാം മാറ്റിയിട്ട്, അതുപോലെ വെളുത്തുള്ളിയുടെയും തൊലിയെല്ലാം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, കത്തി കൊണ്ട് നന്നായിട്ട് കുത്തി അരിയുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. പക്ഷേ എനിക്കെന്നും ഇഷ്ടം ചെറുതായിട്ട് കടിക്കുന്നതാണ്. കൊത്തി അരിയുമ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിച്ച വെളുത്തുള്ളിയും ചേർത്ത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക. ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തഹീനി സോസ് ഉണ്ടല്ലോ, അതും ഫുള്ള് ചേർത്ത് കൊടുത്തു. ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു അത്. ഇത് കൊത്തി അരിഞ്ഞതാണെങ്കിലും ഭയങ്കര പേസ്റ്റ് രൂപത്തിൽ തന്നെ മാറുന്നതാണ് കേട്ടോ. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ നാരങ്ങ ഒരു 1/2 മുറിയെടുത്ത് കംപ്ലീറ്റ് പിഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കുക. എനിക്ക് ഈ നാരങ്ങ നീര് പോരാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ശേഷം പിന്നെ നാരങ്ങ പിഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ലൂസായി. നമുക്ക് കൺസിസ്റ്റൻസി ആവശ്യത്തിന്. ഇതിലോട്ട് കേട് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ കേട് ഒതൻറ്റിക് സ്റ്റൈലിൽ കേട് ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ മുകളിലോട്ട് ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഒലീവ് ഓയിൽ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് സുമാക്ക് പൗഡർ ഇടും, പക്ഷേ സുമാക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുളക് പൊടി കൊണ്ട് തൃപ്തിപ്പെട്ടു. ശേഷം പാഴ്സ്ലി ലീഫ് ഗാർണിഷ് ചെയ്യാൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.